ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് അല്ല, എപ്പിസോഡിന്റെ അവസാനം ഈ ഒരു ടാസ്കിനെ പറ്റി കാണിക്കുന്നുണ്ട്. ഉല്ലാസയാത്ര ടാസ്ക് അവസാനിക്കുന്നവരെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടാസ്കില് ആദ്യം പുറത്താകുന്നത് നെവിനാണ്. നെവിൻ പുറത്തായി കഴിഞ്ഞിട്ട് പിന്നെ പുറത്താകുന്നത് സാബുമാൻ ആണ് പോകുന്നത്. ഒരു 10:30 ആവുന്നതിന് മുമ്പ് തന്നെ സാബുമാൻ പുറത്താവുന്നുണ്ട് കേട്ടോ. സാബുമാൻ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ളത് അനിമോള്, അക്ബർ, അതേപോലെ ആദില, അനീഷ്, നൂറ, ആര്യൻ, ഇവരാണ് ഉള്ളത്. പിന്നെ പുറത്താവുന്നത് എനിക്കൊന്നു ആദിലയാണെന്ന് തോന്നുന്നു. ആദിലയാണ് ഔട്ടാവുന്നത്. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് ഒരു 12:30 കഴിഞ്ഞിട്ടാണ് അനുമോള് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹമൊക്കെ എന്തോ വല്ലാതെ പോലെ ആവുന്നു, ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോൾ ഇറങ്ങുന്നത്. പിന്നെ അക്ബറുമായിട്ട് നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് നൂറയും അനീഷും തമ്മിൽ കശപിശ ഉണ്ടാവുന്നുണ്ട്. കൈ ഇങ്ങനെ വെച്ച് കുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ ഫൈറ്റ് ആയിരുന്നു. അനീഷ് കൈ കൊണ്ടൊന്നും കുത്തിയൊന്നുമില്ല. ആര്യനാണ് കൈ ഇങ്ങനെ നിവർത്തി വെച്ച് ഭയങ്കര രാജകുമാരനെ പോലെ വണ്ടിയിൽ ഇരുന്നത്. നൂറയുടെ ഷോൾഡറിൽ കൈയൊക്കെ ഇട്ട് നല്ല സുഖമായിട്ടാണ് ആര്യൻ ഇരുന്നത്. അനീഷാണ് അവിടെ ഏറ്റവും മാന്യമായി കളിച്ചത് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഏറ്റവും നന്നായിട്ട് മാന്യമായിട്ട് ഗെയിം കളിച്ചത് അനീഷാണ്. തള്ളലോ ബഹളമോ ഒന്നും ഇല്ലാതെ അനീഷാണ് ഗെയിം കളിച്ചത്. അപ്പൊ അനീഷ് ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട്, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവര് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു 12:30 എനിക്ക് തോന്നുന്നു 1 മണി 1:30 ആവുമ്പോൾ അനുമോള് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് അനുമോളുടെ അടുത്ത് അനീഷ് പറയുന്നുണ്ട്, അനുമോൾ ഇറങ്ങുന്ന ആ നിമിഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അനീഷ് പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട്, നമുക്ക് അഹങ്കാരം ഇല്ലല്ലോ അനീഷേട്ടാ, നമുക്ക് എത്ര എത്തിയാലും എവിടം വരെ എത്തിയാലും നമുക്ക് അഹങ്കാരമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇറങ്ങുന്നു. തൊട്ട് പിന്നാലെ തന്നെ അനീഷ് ഇറങ്ങുന്നു. ഇപ്പൊ ഈ ഒരു ടാസ്കിലെ ഫൈനലിസ്റ്റുകൾ എന്ന് പറയുന്നത് അക്ബർ, നൂറ, ആര്യൻ. അനീഷ് ഇറങ്ങിയപ്പോഴത്തേക്ക് നൂറയ്ക്ക് അങ്ങ് സന്തോഷമായി. ഇനി ഞാൻ എത്ര ദിവസം വേണേലും ഇതിനകത്ത് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നൂറ സന്തോഷത്തിൽ അങ്ങ് ആഹ്ലാദിച്ച് സൈഡിലേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ അക്ബറിന് ഉറപ്പായി ഏകദേശം ഇവര് രണ്ടുപേരും ജയിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് അക്ബർ ഇറങ്ങി പോകുന്നുണ്ട്. ഇത് 3-3:30 വരെ ഇത് പോകുന്നുണ്ട് കേട്ടോ സംഭവം. ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് അടിച്ചടിച്ച് പറയുന്നത് വെച്ചിട്ട് പെട്ടെന്ന് അവസാനിക്കുന്നൊന്നല്ല. ഒരു 3-3:30 ആവുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ എനിക്കൊന്നും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ ഇറങ്ങി പോകുന്നുണ്ട്. നൂറയ്ക്കാണ് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് കേട്ടോ. നൂറ ഇറങ്ങി പോകുന്നുണ്ട്. ഓരോരുത്തരും മത്സരത്തിൽ നിന്നും പുറത്താവുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, നൂറ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു, ആദില പുറത്തായിരിക്കുന്നു, അനീഷ് പുറത്തായിരിക്കുന്നു എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോഴും. പിന്നെ ലാസ്റ്റ് ഈ ഒരു ടാസ്കില് വിജയിച്ചത് ആര്യനാണ്. ആര്യൻ എന്നിട്ട് കാറിന്റെ വിൻഡോയ്ക്കകത്തൂടെ കിടന്നിട്ട് ഒരു പട്ടിഷ ഉണ്ട്. എന്റെ പൊന്നോ, ഒരു മധുരക്കിനാവിൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു ക്ലാസിക് സോങ് ആണ്. ആ സോങ്ങിനെ അങ്ങ് വധിച്ചു കളഞ്ഞു. പാട്ടുകാരനായിട്ടുള്ള ആര്യന്റെ സുഹൃത്ത് അത് കേട്ടോണ്ട് നിപ്പുണ്ടായിരുന്നോന്ന് അറിയില്ല. ഉയ്യോ, തലമണ്ട നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നി. സത്യമായിട്ടും ലിറിക്സ് അറിയില്ല, പാടാൻ നിൽക്കരുത്. പാട്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഇത് കാണുന്നുണ്ട് കേട്ടോ. പാട്ടുകാരായിട്ടുള്ളവരും കാണുന്നുണ്ട്. അവരെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി. എന്നിട്ട് അത് പാടി ഇങ്ങനെ മറ്റേ ഷോ കാണിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആര്യനാണ് ഈ ടാസ്ക് ജയിച്ചത്. 8 പോയിന്റുകൾ നേടി ടാസ്ക് ജയിച്ചത് ആര്യനാണ്. സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നല്ല പെർഫോമൻസ് ആയിരുന്നു. നൂറയുടെ മടി കയറിയിരിക്കുന്നു, തലേ കയറിയിരിക്കുന്നു. എവിടെയൊക്കെ കയറിയിരുന്നിരിക്കാൻ പറ്റിയോ അവിടെയൊക്കെ കയറിയിരുന്ന് അനീഷിനെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചു. അനീഷിനെ ഈ ഒരു ടാസ്കിൽ 5ാമതാക്കാനായിട്ട് ആര്യനെ കൊണ്ട് പറ്റി. അനുമോളെ ഈ ഒരു ടാസ്കിൽ 4ാമതാക്കാനും ആര്യനെ കൊണ്ട് പറ്റി. നല്ല മികച്ച ഗെയിം തന്നെ കാഴ്ചവെച്ച് 4-4:30 മണിയോടെ നൂറ ഈ ഒരു ടിക്കറ്റ് ഫിനാലെ വിജയിച്ചു. ആര്യൻ ഈ ഒരു ടാസ്ക് ജയിച്ചു കേട്ടോ. എടുത്തു പറയണം, ആര്യനാണ് ടാസ്ക് ജയിച്ചത്. അപ്പൊ ഇതാണ് അപ്ഡേറ്റ്. ലൈവിൽ ഇപ്പോഴും ഈ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ക്രേസ് ഉള്ളവരൊക്കെ 4 മണി വരെ ഇരുന്ന് കാണുമോ എനിക്കറിയില്ല. അങ്ങനെ കാണുന്നവരുണ്ടാവും ചിലപ്പോൾ. ഞാൻ എന്തായാലും കാണുന്നില്ല. കാരണം ഏകദേശം ഒരു സീക്വൻസ് കറക്റ്റായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ഓർഡറിലാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതാണ്, എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തു കേട്ടോ. അക്ബർ ആണെങ്കിലും നൂറ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയണം. അനീഷ്, അനുമോള് എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. 6 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ അതിനകത്ത് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നല്ല എൻഡ്യൂർ ചെയ്ത് തന്നെയാണ് ഈ ഒരു ടാസ്ക് എല്ലാവരും ചെയ്തത്. ഇപ്പോൾ സാബുമാനും നെവിനും മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മികച്ച രീതിയിലാണ് ചെയ്തത്. അതില ഓക്കെ, അതിലെയും മാറ്റി നിർത്താം. ഒരു 3 പേരെ ഒഴുകി ബാക്കി എല്ലാവരും മികച്ച രീതിയിലാണ് ചെയ്തത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.